ഹലോ എവറി വൺ, മൈസെൽഫ് CMA അതുൽ കൃഷ്ണ, AAA CMA USA ഫാക്കൽറ്റിയാണ്. ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന പേപ്പർ പാർട്ട് 1 സെക്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. കംപ്ലീറ്റ് ഒരു തിയറി ടോപ്പിക്സ് ആണ് അല്ലേ. കൂടുതലും കുട്ടികൾക്ക് പ്രോബ്ലത്തോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത്. പക്ഷേ CMA US എന്ന് പറഞ്ഞ കോഴ്സ് പറയുവാണെങ്കിൽ പ്രോബ്ലംസ് പഠിക്കാണ്ട് അതുപോലെ തന്നെ തിയറിയും ഒരേപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് അല്ലേ. കൂടുതലും കുട്ടികൾക്ക് ടഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് തിയറി അല്ലേ. സെക്ഷൻ F ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പാർട്ട് 1 സെക്ഷൻ E അല്ലെ. പാർട്ട് 1 നമ്മൾ നോക്കുവാണെങ്കിൽ സെക്ഷൻ ഇയും സെക്ഷൻ എഫും ഇതാണ് കൂടുതൽ തിയറി ഭാഗങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് സെക്ഷൻ F ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ടോപ്പിക്കിൻ്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. കൂടുതലും നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാണ്ട് സെക്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും സിംപിളസ്റ്റ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ സിംപിളസ്റ്റ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ആണ് നമ്മളുടെ സെക്ഷൻ ഓഫ് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലേ, സെക്ഷൻ എഫിൽ കോമൺ ആയിട്ട് വരുന്ന എക്സാമിൽ ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ സെക്ഷൻ എഫിൽ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ്, വാട്ട് ഈസ് ഡാറ്റ അല്ലേ. അറിയാം, നമ്മൾ റിയൽ ലൈഫിൽ കേട്ട് വരുന്ന ഒരു വേർഡാണ് ഡാറ്റ. എന്താണ് ഡാറ്റ? ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ. ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ. ഡാറ്റ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കടാ, ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഡാറ്റാസും ഉണ്ട് അല്ലെ. ഫിസിക്കൽ ഫോർമാറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഡാറ്റാസും ഉണ്ട് അല്ലേ. നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ നമുക്കറിയാം നമ്മളൊരു PDF ഫയലൊക്കെ ഉണ്ടാവും അല്ലേ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ നോട്ടിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് PDF നോട്ട്സ് ആണ് അല്ലേ. ഫിസിക്കലായിട്ട് നമ്മൾ നോട്ടിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് PDF നോട്ട്സ് ആയിരിക്കും. ഈ PDF നോട്ട്സ് എന്ന് പറഞ്ഞ ടൈപ്സ് ഓഫ് ഡാറ്റയാണ് അല്ലേ. PDF നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്സ് ഓഫ് ഡാറ്റയാണ്. അതെന്ത് ഡാറ്റ? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള മൊബൈൽ ഫോണിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ്. അത് ഡിജിറ്റൽ ഫോർമാറ്റിലാണ് അല്ലേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ക്ലാസ് നിങ്ങൾ നോക്കിയാൽ മതി, ഇത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ക്ലാസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഫിസിക്കൽ ഫോർമാറ്റിലുള്ള ക്ലാസ് ഉണ്ട്, നമ്മൾ ക്ലാസ് എന്നൊക്കെ നോട്ട് ബുക്കിൽ എഴുതുന്നുണ്ട്, അത് ഒരു ടൈപ്സ് ഓഫ് ഡാറ്റ അല്ലേ. പക്ഷെ അത് ഏത് ഫോർമാറ്റ്? ഫിസിക്കൽ ഫോർമാറ്റ്. ഓക്കെ, ഡാറ്റ കൊണ്ട് കമ്പനിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലെ. ബേസിസ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഡാറ്റ കൊണ്ട് കമ്പനിക്ക് ഒരുപാട് ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്, നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് എന്ത് ആവശ്യമുണ്ട്? ഡാറ്റ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ ഡാറ്റ മീൻസ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ടടാ? ടെക്സ്റ്റ് ആയിക്കോട്ടെ അല്ലെ, ടെക്സ്റ്റ് മെസ്സേജുകൾ ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിമ്പിൾസ് ആയിക്കോട്ടെ, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഡാറ്റ പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ചില കമ്പനിക്ക് ഇമേജസ് ആണ് ആവശ്യം ഉണ്ടാവുക, ചില കമ്പനിക്ക് നമ്പേഴ്സ് ആയിരിക്കും, ചില കമ്പനിക്ക് ഓഡിയോസ് ആയിരിക്കും, ചില കമ്പനിക്ക് വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് ഡാറ്റ നമ്മൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് എന്ത് പറയാം? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട്, ദെൻ മെഷീൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട് അല്ലേ. ഹ്യൂമൻസ് ഡാറ്റാസ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ മെഷീൻസും ഡാറ്റാസ് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഈ PDF നോട്ട്സ് അല്ലേ, നിങ്ങൾ കാണിച്ചത് ഈ PDF നോട്ട്സ് ഉണ്ടാക്കിയത് ആദ്യ ത്രൂ ആണ്. ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് അല്ലെ, ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയത്. ഓക്കെ അല്ലേ. ഈ PPT പ്രസന്റേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന നോട്ട്സാണ്. അത് മെഷീൻ ജനറേറ്റഡ് ഡാറ്റാസ് ആണ് അല്ലേ. മെഷീൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട്. നിങ്ങളൊരു പെൻ എടുത്തിട്ട് ഒരു പേപ്പറിൽ എഴുതുവാണെങ്കിൽ അത് ഹ്യൂമൻ ജനറേറ്റഡ് ഡാറ്റാസ് ആണ് അല്ലേ. അപ്പോൾ ഹ്യൂമൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട്, അതുപോലെ തന്നെ മെഷീൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. എന്തൊക്കെയുണ്ട്? നമ്പേഴ്സ്, ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് അല്ലേ. ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പല സോഴ്സസിൽ നിന്നാണ് അല്ലേ. പല സോഴ്സസിൽ നിന്നും പല പർപ്പസിന് വേണ്ടിയിട്ട്, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഏതിനെ കളക്ട് ചെയ്യുന്നത്? ഡാറ്റാസിനെ കളക്ട് ചെയ്യുന്നത്. അത് ഓൺ ദി ബേസിസ് ഓഫ് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി അല്ലേ. കമ്പനിക്ക് എന്താണോ ആവശ്യം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് കമ്പനീസ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അത് ആരൊക്കെ ജനറേറ്റ് ചെയ്യും? ഹ്യൂമൻസ് ആയിട്ടുള്ള നമ്മളും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡാറ്റൻ്റെ ആവശ്യം എന്താ?
ചില കമ്പനികൾക്ക് ഇൻഫർമേഷൻ അക്യൂർ ചെയ്യാനും ആ ഇൻഫർമേഷൻസ് കൊണ്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഡാറ്റാസ് നമുക്ക് ആവശ്യമില്ലടാ. നെക്സ്റ്റ്, ഏതൊക്കെ ഫോർമാറ്റിൽ ഡാറ്റാസ് ഉണ്ടാവും? ഡിജിറ്റൽ ഫോർമാറ്റ്. ഇന്നത്തെ കാലത്തൊക്കെ എല്ലാ കമ്പനീസും ഡാറ്റ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ ഫോർമാറ്റിലല്ല, അല്ലേ? എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഡാറ്റാസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അല്ലേ? എവിടുന്ന് കളക്ട് ചെയ്യും? ഡിഫറെൻറ്റ് സോഴ്സസിന്, പല സ്ഥലത്തു നിന്നായിരിക്കും ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ടാവുക? കളക്ട് ചെയ്യുന്നുണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? ഒരുപാട് ഇൻഫർമേഷൻസ് കമ്പനിക്ക് ആവശ്യമുണ്ട്. കമ്പനിക്ക് പുതിയ പുതിയ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഡാറ്റാസ് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? എങ്ങനെയൊക്കെ ജനറേറ്റ് ആവും? മെഷീൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട്, അല്ലേ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എക്യുപ്മെൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റാസ് പുതിയതായിട്ട് കമ്പനിയിൽ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹ്യൂമൻ ജനറേറ്റഡ് ഡാറ്റാസും ഉണ്ട്. അപ്പോൾ എന്താണ് ഡാറ്റ? ഇത്രയേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് പേജിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ എവരിവൺ? നെക്സ്റ്റ്, ഡാറ്റ വെയർഹൗസ്, അല്ലേ? ഡാറ്റ വെയർഹൗസ്, അല്ലേ? വെയർഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന പിക്ചർ നോക്കിയാൽ മതി. വെയർഹൗസ് എന്താ? വെയർഹൗസ് കമ്പനീൻ്റെ സാധനങ്ങൾ, അല്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമില്ലേ? ഇതാണ് വെയർഹൗസ്, അല്ലേ? വെയർഹൗസ് നമ്മൾ ഗോഡൗൺ എന്നൊക്കെ പറയുന്നില്ലേ? കമ്പനിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഈ ഒരുപാട് സാധനങ്ങൾ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഏത്? വെയർഹൗസ്, അല്ലേ? എല്ലാ വലിയ വലിയ കമ്പനീസ് നിങ്ങൾക്ക് അറിയാം. എല്ലാ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിക്കൊക്കെ നോർമലി എന്തുണ്ടാവും? വെയർഹൗസ് ഉണ്ടാവും. നിങ്ങളൊരു എക്സാമ്പിൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി എടുത്ത്, കാർ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചോളം കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫാക്ടറി തന്നെ വെച്ചാൽ പോരാ, അല്ലേ? ഈ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് മാറ്റി വെക്കണം. സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമ്മളൊരു ഫാക്ടറിയിൽ മാറ്റി വെക്കണ്ടേ? വെയർഹൗസിലേക്ക് മാറ്റി വെക്കണ്ടേ? ഇതാണ് നോർമലി വെയർഹൗസ്, അല്ലേ? സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന, സെക്യൂർ ആക്കി വെക്കുന്ന സ്ഥലമാണ് ഇത് വെയർഹൗസ്, അല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്ന വെയർഹൗസ് ഗുഡ്സ് മാറ്റി വെക്കുന്ന വെയർഹൗസ് അല്ല, അല്ലെങ്കിൽ സാധനങ്ങൾ മാറ്റി വെക്കുന്ന വെയർഹൗസ് അല്ല. ഇത് എന്ത് വെയർഹൗസാ? ഡാറ്റ വെയർഹൗസ്, അല്ലേ? എന്താ ഡാറ്റ വെയർഹൗസ്? ഡാറ്റ. കമ്പനിയെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവില്ലേ, അല്ലെ? കമ്പനി ഇന്നും ഇന്നലെയും ബിസിനസ് തുടങ്ങിയ കമ്പനി അല്ലല്ലോടാ. ഒരുപാട് വർഷങ്ങളായി ബിസിനസ് തുടങ്ങുന്നത്, അല്ലെ? 5-10 വർഷങ്ങളായി കമ്പനി ബിസിനസ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ കമ്പനിയെ സംബന്ധിച്ചോളം ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞു ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവില്ലേ? ഈ ഒരുപാട് ഡാറ്റാസ് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ഡാറ്റ വെയർഹൗസ്, അല്ലേ? ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ നേരത്തെ വെയർഹൗസ് പോലെ തന്നെ, നേരത്തെ സാധനങ്ങൾ എടുത്തു വെക്കുന്ന സ്ഥലമാണ് ഈ വെയർഹൗസ്. ഇവിടെ നമ്മൾ കമ്പനി ഡാറ്റ സെക്യൂർ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ഏത്? വെയർഹൗസ്. ഈ വെയർഹൗസിനെ വിളിക്കുന്ന പേര് ഡാറ്റ വെയർഹൗസ്. ഒന്ന് വായിച്ചു നോക്കി പെട്ടെന്ന് മനസ്സിലാവും. എന്താ? കോപ്പി ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, അല്ലെ? ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, അല്ലെ? കഴിഞ്ഞ ഡാറ്റാസ് ആണ്. കമ്പനീന്റെ പാസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഡാറ്റാസ് സെക്യൂർ ആയിട്ട് നമ്മൾ വൺ ലൊക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഡാറ്റ വെയർഹൗസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡാറ്റ വെയർഹൗസ് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്തറിഞ്ഞാൽ മതി? എന്താണ് വെയർഹൗസ്? സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമല്ലേ വെയർഹൗസ്? ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സെക്യൂർ ആയിട്ട് നമ്മൾ സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഇത് ഡാറ്റ വെയർഹൗസ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. പഴയ ഡാറ്റാസ് അല്ലേ? പഴയ ഡാറ്റാസ് ആണ്, അല്ലേ? കമ്പനി സംബന്ധിച്ചോളം 5-10 വർഷം മുന്നേ ഉള്ള ഡാറ്റാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? ഇത് കമ്പനിക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അതൊക്കെ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എവറി ഡേ ട്രാൻസാക്ഷൻ പ്രോസസിങ്. നമ്മളെ കമ്പനിക്ക് ഇതെല്ലാ ദിവസവും ഈ പഴയ ഡാറ്റാസ് ഒന്നും ആവശ്യമില്ല. കഴിഞ്ഞു പോയ ഡാറ്റാസ് അല്ലേ? ഈ കഴിഞ്ഞു പോയ ഡാറ്റാസ് ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് സൂക്ഷിച്ചു വെക്കുക. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഡാറ്റ വെയർഹൗസ്. ഓക്കെ. അപ്പോൾ ഡാറ്റ വെയർഹൗസിനെ കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലായി. എക്സാമിന് പൊതുവെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഡാറ്റ വെയർഹൗസ്, അല്ലെ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്തൂടെ? ചോദിക്കുവാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഡാറ്റ വെയർഹൗസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം എന്താ ഡാറ്റ വെയർഹൗസ്? ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ്, പഴയ ഡാറ്റാസ് നമ്മളൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, സെക്യൂർ ആക്കി മാറ്റി. കാരണം കമ്പനിയെ സംബന്ധിച്ചുള്ള കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് ഉണ്ടാവില്ലേ, അല്ലെ? ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റാസ് ഉണ്ടാവില്ലേ, ലീക്ക് ആവാൻ പറ്റാത്ത ഡാറ്റാസ് ഉണ്ടാവില്ലേ? ഇതൊക്കെ നമ്മൾ വൺ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഏത്? ഡാറ്റ വെയർഹൗസ്, അല്ലെ? പഴയ ഡാറ്റാസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണ്ട? എവറി ഡേ ട്രാൻസാക്ഷൻ പ്രോസസ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അതാണ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എവറി ഡേ ട്രാൻസാക്ഷൻ പ്രോസസിങ്, അല്ലേ? നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചോളം, അല്ലേ? ട്രിപ്പിളിനെ സംബന്ധിച്ചോളം, അല്ലേ? ഇത് 2025 ആണ്, 2025 ആണ്, അല്ലേ? അപ്പോൾ 2024-ഉം 2023-യും ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ CMA US എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതാണ് ഡാറ്റ വെയർഹൗസ്, അല്ലേ?
കാരണം അവരുടെ ഡാറ്റ കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലടാ 2024 2023 പഠിച്ച സ്റ്റുഡൻസ് ഡാറ്റാസ് ഇപ്പം കറൻ്റ്ലി നമുക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, അതാണ് നമ്മൾ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നത്. അതാണ് പറഞ്ഞത് എന്താ, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ എവരി ഡേ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. കഴിഞ്ഞ കുട്ടികളുടെ ഡാറ്റാസ് നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ വർഷം പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ 2025 അവരുടെ ഡാറ്റാസ് നമ്മൾ ഇന്ന് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും നമുക്ക് അറ്റൻഡൻസ് എടുക്കണ്ടേ, പറഞ്ഞു എല്ലാ ദിവസവും നമുക്ക് അറ്റൻഡൻസ് എടുക്കണ്ടേ. അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ ആ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ കുട്ടികളുടെയും പേരൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ ഈ കറൻ്റ്ലി ഉള്ള 2025 എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡാറ്റയും നമ്മൾ ഇന്ന് കറൻ്റ്ലി എല്ലാ ദിവസവും നമ്മുടെ CMIUSൻ്റെ കോർഡിനേറ്റർ അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2024 2023 ഈ കുട്ടികളുടെ ഡാറ്റാസ്, കാരണം കുട്ടികൾ ഇവിടെ ഇല്ലല്ലോ, കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് പാസ്സായി പോയിട്ടുണ്ട്, വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ കുട്ടികളുടെ ഡാറ്റാസ് നമ്മൾ എവരിഡേ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഡിലീറ്റ് ആക്കി കളയത്തില്ല, പഴയ കുട്ടികളുടെ ഡാറ്റാസ് നമ്മൾ ഡിലീറ്റ് ആക്കത്തില്ല അല്ലേ. കാരണം ഒന്ന് ആലോചിച്ചൊക്കെ, കുട്ടികളൊക്കെ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കണ്ട നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ കുട്ടികളുടെ ഡാറ്റ ഡിലീറ്റ് ആക്കാൻ പാടില്ലല്ലോ അല്ലെ. ഫോട്ടോ ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. ഇതാണ് ഡാറ്റ വെയർഹൗസ്. ഓക്കെ അല്ലേ എവരി വൺ? അപ്പം ഡാറ്റ വെയർഹൗസ് ഓക്കെ അല്ലേ? അപ്പം ഡാറ്റ പഠിച്ചു, ദെൻ ഡാറ്റ വെയർഹൗസും പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കി പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, അവിടെ ഒരുപാട് ഇയേഴ്സ് ഉണ്ട് അല്ലേ. 1995 അതുപോലെ തന്നെ 2000 2016 2025 1997 ഈ എല്ലാ വർഷത്തെ ഡാറ്റാസും നമ്മൾ സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഇത് ഡാറ്റ വെയർഹൗസ്. ഓക്കെ സെറ്റ്. എന്തൊക്കെ ഡാറ്റാസ്? എംപ്ലോയീസിൻ്റെ ഡാറ്റാസ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് ആയിക്കോട്ടെ, സെയിൽസിൻ്റെ ഡാറ്റാസ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഡാറ്റാസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് ഡാറ്റാസും നമ്മളെല്ലാം കൂടി സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ഡാറ്റ വെയർഹൗസ്. ഓക്കെ അല്ലേ, ഡാറ്റ വെയർഹൗസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സെക്ഷൻ എഫ് ഒക്കെ നോക്കുവാണെങ്കിൽ, ശ്രദ്ധിച്ചോ, സെക്ഷൻ എഫ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മളിനി ക്ലാസ്സിലൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ക്ലാസ്സിൽ നേരിട്ട് കാണും അല്ലെ. നേരിട്ട് കാണുമ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഈ ടോപ്പിക്സ് മാത്രമല്ല, ഇതിൽ ഒരുപാട് കുറച്ചും കൂടി ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ടോപ്പിക്സും ഇതേപോലെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് പഠിക്കുവാണെങ്കിൽ മറന്നു പോവാണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഉണ്ടാവൂലേ, നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റൂലേ. ഓക്കെ അല്ലേ, നമ്മൾ ഈ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ മെത്തേഡിൽ ഇതേപോലെ പോയാൽ ഷുവർ പാസ്സാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് കണ്ടോ എന്താ, ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കി, റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചോളം അല്ലേ, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവർ നോർമലി ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നില്ല. പറ, നോർമലി ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നില്ലടാ. എന്തായാലും ഫീഡ്ബാക്ക് എടുക്കും അല്ലേ. നല്ല നല്ല റെസ്റ്റോറൻറ്റ്, സ്റ്റാർട്ടപ്പ് റെസ്റ്റോറൻറ്റ് ഒക്കെ ആണെങ്കിൽ നോർമലി അവരുടെ ഒരു പൊസിഷൻ അവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, അവർ നോർമലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും. ഓക്കെ അല്ലേ. ഈ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സംബന്ധിച്ചോളം എല്ലാ ദിവസവും ഫീഡ്ബാക്ക് എടുക്കണ്ടേ. ഈ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മാറ്റി വെക്കും അല്ലേ. ഈ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലമാണ് ഏത് ഡാറ്റ വെയർഹൗസ്. ദിവസം ഫീഡ്ബാക്ക് എടുക്കുന്നില്ലേ, ഈ ഫീഡ്ബാക്ക് ഒക്കെ സെക്യൂർ ആക്കി വെക്കണ്ടേ, ആ സ്ഥലമാണ് ഏത് ഡാറ്റ വെയർഹൗസ് അല്ലേ. കാരണം ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം അല്ലേ. ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് നല്ല ഫുഡാണോ, എത്ര ആൾക്കാർ 5 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, എത്ര ആൾക്കാർ 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണ്ടേ. ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണ്ടേ. കാരണം ഈ ഫീഡ്ബാക്കിലൊക്കെ എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ഉണ്ടാവും. ഏതൊക്കെ എംപ്ലോയീസ് ആണ് നല്ല ബിഹേവിയർ കസ്റ്റമറോട്, അതൊക്കെ ഫീഡ്ബാക്കിലുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യണം അല്ലേ. ഫുഡിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അനലൈസ് ചെയ്യണം. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു അല്ലെ. ഫീഡ്ബാക്ക് ഒരു ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണ് അല്ലെ. റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് ഒരു ഡാറ്റ സോഴ്സ്. ഈ ഡാറ്റ സോഴ്സ് നമ്മൾ സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അതാണ് ഡാറ്റ വെയർഹൗസ്. കാരണം എന്തിനാ ഈ ഡാറ്റ വെയർഹൗസിൽ ശരിക്കും പറഞ്ഞാൽ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കമ്പനീൻ്റെ പഴയ കാലത്തുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ ഒരു സിംഗിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു റിസർച്ച് ഒക്കെ നടത്തേണ്ടി വരില്ലേ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ നടത്തേണ്ടി വരില്ലേ. റിസർച്ച് ഒക്കെ നടത്തണമെങ്കിൽ പഴയ ഡാറ്റാസ് ആവശ്യമില്ലേ. അതുകൊണ്ടാണ് ഈ പഴയ ഡാറ്റാസ് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല. ഒരു സിംഗിൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ വെയർഹൗസിൽ നമ്മൾ ഈ മാറ്റി വെച്ചിട്ട് ഫ്യൂച്ചറിൽ റിസർച്ച് ഒക്കെ നമുക്ക് നടത്തണമെങ്കിൽ പഴയ ഡാറ്റാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡാറ്റനെ കുറിച്ചൊന്ന് പഠിക്കുക, അനലൈസ് ചെയ്യുക. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഫുഡിൻ്റെ ക്വാളിറ്റി എത്ര, കസ്റ്റമർ ബിഹേവിയർ, എംപ്ലോയീസിന് കസ്റ്റമറോടുള്ള ബിഹേവിയർ എങ്ങനെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ കസ്റ്റമർ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, എഴുതി വാങ്ങിച്ചു. എല്ലാ ദിവസവും ഫീഡ്ബാക്ക് എടുക്കുന്നില്ലേ.
അപ്പോൾ ഒരുപാട് ഫീഡ്ബാക്ക് ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. അതാണ് ഡാറ്റ വെയർഹൗസ്. ഓക്കെ, ഈ ഡാറ്റ വെയർഹൗസ് നമുക്ക് ഫ്യൂച്ചറിൽ, നമുക്ക് ഡാറ്റ വെയർഹൗസ് ഫ്യൂച്ചറിൽ ആവശ്യമില്ല. പറ, ഡാറ്റ വെയർഹൗസ് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്. ഡാറ്റ വെയർഹൗസിൽ എല്ലാ ഡാറ്റാസും ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. എങ്ങനെ അനലൈസ് ചെയ്യാൻ? എംപ്ലോയീസിനെ കുറിച്ച് അറിയണം, ഫുഡിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് അറിയണം. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡാറ്റാസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഡാറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഡാറ്റ അനലിറ്റിക്സ് അല്ലെ. നമ്മൾ നേരത്തെ ആ പേജിൽ കണ്ടു എന്താണ് ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ അനലിറ്റിക്സ് എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, ഡാറ്റ അനലിറ്റിക്സ് മീൻസ്, ശ്രദ്ധിക്കണേ, ഡാറ്റ അനലിറ്റിക്സ് മീൻസ് is a process of, okay, is a process of gathering, is a process of gathering and analyzing, is a process of gathering and analyzing. ഒന്നുമില്ല, ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്യാദർ ചെയ്യുക. ഗ്യാദർ ചെയ്യുക മീൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, എന്താണ് ഗ്യാദറിങ് മീൻസ്? ഗ്യാദറിങ് മീൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, ഡാറ്റാസിനെ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ഡാറ്റാസിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യുക. ഒന്നും കൂടി അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ നിന്നൊരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാം, തീരുമാനങ്ങൾ എടുക്കാം. പെട്ടെന്ന് മനസ്സിലാവത്തില്ല അല്ലേ, പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിന്റെ ഡെഫിനിഷൻ പഠിക്കുവാണെങ്കിൽ എന്താ ഡെഫിനിഷൻ പറയും? എന്താ? ഈസ് എ പ്രോസസ് ഓഫ് ഗ്യാദറിങ് ദെൻ അനലൈസിങ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ. സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്കിലും നമ്മൾ ഓരോ എക്സാമ്പിൾസ് വെക്കും. അപ്പോൾ എല്ലാ എക്സാമ്പിൾസും വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? മറന്നു പോകത്തില്ല. ഓക്കെ അല്ലേ. എക്സാമ്പിൾ നമുക്ക് നോക്കണേ. എക്സാമ്പിൾ ശ്രദ്ധിക്കും. എ റെസ്റ്റോറൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ് അല്ലേ. എ റെസ്റ്റോറൻറ്റ് കളക്ട്സ് റിവ്യൂ ഫ്രം ദെയർ കസ്റ്റമേഴ്സ് അല്ലേ. റെസ്റ്റോറൻറ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ എന്ത് കളക്ട് ചെയ്തിട്ടുണ്ട്? റിവ്യൂ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ആ റെസ്റ്റോറൻറ്റ് മുതലാളി എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളെ കയ്യിൽ നിന്നൊക്കെ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്നൊക്കെ റിവ്യൂ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇവർക്ക് ഇത് അനലൈസ് ചെയ്യണം അല്ലേ. നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കണ്ടേ അല്ലേ. കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമാണോ പറയുന്നത്, ചീത്ത അഭിപ്രായമാണോ പറയുന്നത്? ഇത് റെസ്റ്റോറൻറ്റ് തന്നെ മനസ്സിലാക്കണ്ടേ. കാരണം അതുകൊണ്ടാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റ് എന്ത് ചെയ്യുന്നത്? റിവ്യൂ എടുത്ത് വാങ്ങിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഡാറ്റാസ് എന്ത് ചെയ്തു? ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫീഡ്ബാക്ക് കംപ്ലീറ്റ് അനലൈസ് ചെയ്തു. ഓക്കെ, ഫീഡ്ബാക്ക് കളക്ട് ചെയ്തു. ഈ ഫീഡ്ബാക്ക് എഴുതി വാങ്ങിച്ച ഫീഡ്ബാക്ക് ഒക്കെ കംപ്ലീറ്റ് ആ ഫീഡ്ബാക്കിനെ കുറിച്ചൊന്ന് പഠിച്ചു, അനലൈസ് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡാ. ഓക്കെ, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മെയിൻ കാരണം, ശ്രദ്ധിക്കണേ, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മെയിൻ കാരണം ഒരു എംപ്ലോയി കാരണം എന്തുകൊണ്ടായിരിക്കും എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആയ? കാരണം എംപ്ലോയി അല്ലെങ്കിൽ ആ ഒരു നമ്മളെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് കസ്റ്റമേഴ്സിനോട് നല്ല ബിഹേവിയർ ആയിരിക്കത്തില്ല അല്ലേ. നല്ല ബിഹേവിയർ ആയിരിക്കാത്തതുകൊണ്ടാണ് ഡിസാറ്റിസ്ഫൈഡ്. അല്ലെങ്കിൽ നമ്മൾ നോർമലി സ്റ്റാർ ഒക്കെ അല്ലേ റെസ്റ്റോറൻറ്റിൽ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റാറാണ് കൊടുക്കുക അല്ലെ. 2 സ്റ്റാർ 1 സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കസ്റ്റമേഴ്സിന് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല അല്ലേ. കസ്റ്റമർ എടുത്ത റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു എംപ്ലോയിനെ കൊണ്ട് അല്ലേ, ഏതോ ഒരു എംപ്ലോയി കാരണം നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ആ എംപ്ലോയി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല ബിഹേവിയർ അല്ല അല്ലേ, ഒരു എത്തിക്കൽ ബിഹേവിയർ അല്ല, എന്താ അൺഎത്തിക്കൽ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ റെസ്റ്റോറൻറ്റുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫർമേഷൻ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തത്? ഫീഡ്ബാക്ക് ത്രൂ ആണ് അല്ലേ. ഫീഡ്ബാക്ക് ത്രൂ റെസ്റ്റോറൻറ്റ് ഡാറ്റ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത ഡാറ്റാസ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. ഓക്കെ, അത് 100 ഡാറ്റ, നമ്മൾ 100 ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 100 ഫീഡ്ബാക്കും കംപ്ലീറ്റ് ആയിട്ട് ഇവർ അനലൈസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡാ. ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡാ. എന്തുകൊണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആയ? ഒരു എംപ്ലോയി കാരണം. അപ്പോൾ കമ്പനി ഉടനെ തീരുമാനിക്കണം, ഈ എംപ്ലോയിനെ നീ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് പൂട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ എംപ്ലോയി കാരണമാണ് ഒരുപാട് കസ്റ്റമർ നെഗറ്റീവ് റിവ്യൂ കൊടുത്തത്, ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമ്മൾ നാളെ തന്നെ തീരുമാനം എടുക്കണം, അയാളെ നമ്മൾ എന്ത് ചെയ്തോ? ഒഴിവാക്കും അല്ലേ. അയാൾ പിരിച്ചു വിട്ടോ, മതി, ടെർമിനേറ്റ് ദി എംപ്ലോയി. അയാൾക്ക് പകരം നമുക്ക് വേറെ എംപ്ലോയിനെ എന്ത് ചെയ്യുക? ഹയർ ചെയ്യുക കമ്പനിയിലേക്ക് അല്ലേ. ഇതാണ് ഡാറ്റ അനലിറ്റിക്സ് അല്ലേ. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഡെഫിനിഷൻ ഒന്ന് വായിച്ചോക്കെ. ഈസ് ദ പ്രോസസ് ഓഫ് ഗ്യാദറിങ് മീൻസ് കളക്ടിങ്. എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തേ? പറഞ്ഞോ, റെസ്റ്റോറൻറ്റുകാർ
റിവ്യൂ എടുത്തിട്ടുണ്ട്, ഡാറ്റ കളക്ട് ചെയ്തിട്ടില്ലേ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗ്യാതറിങ് ആൻഡ് അനലൈസിങ്. വീണ്ടും നമ്മൾ റിവ്യൂ എടുത്തിട്ടുണ്ട്, ആ റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു അല്ലേ. ആ റിവ്യൂവിനെ കൂട്ടി നമ്മൾ റിവ്യൂ എടുത്തിട്ടുണ്ട്, ആ റിവ്യൂവിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു ഇൻഫർമേഷൻ കിട്ടിയല്ലേ. ഇതാ ഇറ്റ് ഈസ് എ വേ ദാറ്റ് പ്രൊഡ്യൂസ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. എന്താ ഇൻഫർമേഷൻ? ഒരു എംപ്ലോയി കാരണം ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇൻഫർമേഷൻ കിട്ടിയാൽ ഇൻഫർമേഷൻ കിട്ടിയാൽ എന്ത് എടുക്കണം, ഡിസിഷൻസ് എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം അല്ലേ. അതിന് വെച്ചോണ്ട് നിൽക്കാൻ പാടില്ല എംപ്ലോയി കാരണം ഒരുപാട് കസ്റ്റമർ നമ്മളെ റെസ്റ്റോറൻറ്റിന് പോയിട്ടുണ്ട്, നമുക്ക് നല്ല കസ്റ്റമറെ നമുക്ക് നഷ്ടപ്പെട്ടു അല്ലേ. ഉടനെ തീരുമാനം എടുത്തോ, അതിന് വെച്ചോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എംപ്ലോയീസ് എന്ത് ചെയ്യുക, അല്ലെ ആ എംപ്ലോയിനെ എന്ത് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. ഇതാണ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ വെച്ചപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഓഫ്ലൈൻ ക്ലാസ്സിന് നമ്മൾ ഇതേപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോറടിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, തിയറി ടോപ്പിക്സ് പഠിക്കാം അല്ലേ. നമുക്കറിയാം പ്രോബ്ലം ടോപ്പിക്സ് നോർമലി കുട്ടികൾക്ക് ബോറടിക്കത്തില്ല. എന്തുകൊണ്ടാണ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും, പിന്നെ നോർമലി നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് തന്നെ കാൽക്കുലേറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ തിയറി ടോപ്പിക്സ് മടുപ്പ് വരാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മടുപ്പ് വരത്തില്ല. നമുക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും, എക്സാം പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താ ഡാറ്റ അനലിറ്റിക്സ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗ്യാതറിങ് അല്ലേ. ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ കിട്ടിയാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞേ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗ്യാതറിങ് മീൻസ് റിവ്യൂ നമ്മൾ കളക്ട് ചെയ്തു അല്ലേ. കളക്ട് ചെയ്ത റിവ്യൂ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു നമുക്ക് മനസ്സിലായി ഒരു ഇൻഫർമേഷൻ കിട്ടി അല്ലേ. എന്താ ഇൻഫർമേഷൻ കിട്ടിയേ, ഒരുപാട് കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ്. എന്തുകൊണ്ടാണ് ഡിസാറ്റിസ്ഫൈഡ്, പറ എന്തുകൊണ്ടാണ് ഡിസാറ്റിസ്ഫൈഡ്, എന്തുകൊണ്ടായിരിക്കും? ഒരു എംപ്ലോയി എന്താ നല്ല രീതിക്കല്ല ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് എംപ്ലോയി ഡിസാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയാണ് റിവ്യൂ കൊടുത്തത് അല്ലേ. അപ്പോൾ ഉടനെ നമ്മൾ ഡിസിഷൻസ് എടുക്കണം. ഈ എംപ്ലോയിനെ നമ്മളെ കമ്പനിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ടെർമിനേറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ആ എംപ്ലോയീസിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് കൊടുക്കുക അല്ലെ. ട്രെയിനിങ് കൊടുത്തിട്ട് നല്ല ബിഹേവിയറിലേക്കൊക്കെ മാറ്റും. ഓക്കെ. എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും കമ്പനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡാറ്റ അനലിറ്റിക്സ്. ഓക്കെ, ഡാറ്റ അനലിറ്റിക്സ് മനസ്സിലായില്ലേ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ അനലിറ്റിക്സിന്റെ 4 ടൈപ്സാണ്. നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്, ഡാറ്റ അനലിറ്റിക്സിന്റെ 4 ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ 4 ടൈപ്സ് എന്ന് പറയുവാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, ദെൻ ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, ദെൻ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്, ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന CMA എക്സാമിന് സെക്ഷൻ F അല്ലെ പാർട്ട് 1 സെക്ഷൻ F എന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന സാധനമാണ് ഇത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, ദെൻ ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, ദെൻ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്, ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഈ 4 അനലിറ്റിക്സും പൊതുവെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചോ, വളരെ 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 സിമ്പിളാണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം, ഒരു പണിയില്ല. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്, ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. എന്തൊക്കെയാണ് നോക്കണ്ടേ, എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യണ്ടേ? ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ്, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ശ്രദ്ധിക്കടാ, 4 അനലിറ്റിക്സ് ഉണ്ട്. ഓക്കെ അല്ലേ, 4 അനലിറ്റിക്സ് ഉണ്ട്. ഈ 4 അനലിറ്റിക്സിലും 4 ക്വസ്റ്റ്യൻസ് പഠിക്കണം. എന്ത് പഠിക്കണം? 4 അനലിറ്റിക്സ് ഉണ്ട്, 4 അനലിറ്റിക്സിലും 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, 4 അനലിറ്റിക്സിൽ 4 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ, ഒന്നാമത്തെ അനലിറ്റിക്സ് ഏതാണ്? ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ആണ് അല്ലെ. ഒന്നാമത്തെ അനലിറ്റിക്സ് ഏതാ? ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൽ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻഡ് അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ വാട്ട് ഹാപ്പൻ. ഫസ്റ്റ് അത് പഠിച്ചു നോക്കുക അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൽ വാട്ട് ഹാപ്പൻസ്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക്കിൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ. പ്രെഡിക്റ്റീവിൽ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ. അപ്പോൾ എന്തൊക്കെ? വാട്ട് ഹാപ്പൻസ്, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, ദെൻ വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൻ. ക്വസ്റ്റ്യൻസ് പഠിച്ചല്ലോ, എല്ലാവരും പറഞ്ഞേ. ഡിസ്ക്രിപ്റ്റീവിൽ വാട്ട് ഹാപ്പൻഡ്, ഡയഗ്നോസ്റ്റിക്കിൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, പ്രെഡിക്റ്റീവിൽ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, പ്രിസ്ക്രിപ്റ്റീവിൽ വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൻ. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുവാണെങ്കിൽ എക്സാമ്പിൾ. ഓക്കെ, ഈ എക്സാമ്പിൾ പഠിച്ചാൽ സാധനം ഷുവറായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം, ശ്രദ്ധിക്കണേ.
ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് അല്ലേ? എന്താ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്? തൊട്ട് മേലെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചില്ല, എന്താ? വാട്ട് ഹാപ്പൻഡ് അല്ലേ? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഹാപ്പൻഡ് അല്ലേ? വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു അല്ലേ? വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു, അതല്ല എൻ്റെ മലയാളം മീനിങ്, എന്ത് സംഭവിച്ചു അല്ലേ? നമ്മൾ എക്സാമ്പിൾ ശ്രദ്ധിക്കടാ. കമ്പനീൻ്റെ ശ്രദ്ധിക്കണേ, കമ്പനീൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ സെയിൽസിൻ്റെ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തു. കമ്പനീൻ്റെ 10 വർഷത്തെ വരാൻ പോകുന്ന 10 വർഷമല്ലേ, കഴിഞ്ഞ 10 വർഷം. ഓക്കെ, കഴിഞ്ഞ 10 വർഷത്തെ സെയിൽസ് മീൻസ് നമുക്കറിയില്ല കച്ചവടം അല്ലേ? സെയിൽസിൻ്റെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കണേ, സെയിൽസിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്തപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഹാപ്പൻഡ്, സെയിൽസിന് എന്ത് സംഭവിച്ചു അല്ലേ? അപ്പോൾ എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കുക. കമ്പനീൻ്റെ 10 വർഷം മുന്നേ ഉള്ള സെയിൽസിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് നമ്മൾ ഇരുന്ന് പഠിച്ചു അല്ലേ? കംപ്ലീറ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഹാപ്പൻ, സെയിൽസ് എന്ത് സംഭവിച്ചു അല്ലേ? സെയിൽസ് എന്ത് സംഭവിച്ചു, ഒരു ആൻസർ കൊടുക്കണ്ടേ? എന്ത് സംഭവിച്ചു? സെയിൽസ് ഡിക്ലൈൻ ചെയ്തു. ഡിക്ലൈൻ മീൻസ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. 10 വർഷത്തെ ഡാറ്റ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ വർഷം കഴിയും തോറും നല്ല മെച്ചത്തിലല്ല പോകുന്നത്, സെയിൽസ് കുറഞ്ഞു വരുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചോളം നല്ലതെന്നല്ലല്ലോ, സെയിൽസ് കൂടുന്നതല്ലേ കമ്പനിയെ സംബന്ധിച്ചോളം നല്ലത്. പക്ഷെ കമ്പനിയെ സംബന്ധിച്ചോളം സെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. വളരെ സിമ്പിൾ അല്ലടാ, ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. എന്താ? വാട്ട് ഹാപ്പൻ, സെയിൽസ് എന്ത് സംഭവിച്ചു, സെയിൽസ് കുറഞ്ഞു. ഓക്കെ അല്ലേ? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ അല്ലെ? ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ അറിയണ്ടേ? എന്തുകൊണ്ട് സംഭവിച്ചു അല്ലേ? നമ്മൾ എന്ത് സംഭവിച്ചതിനെ പറഞ്ഞിട്ടുള്ളൂ. വാട്ട് ഹാപ്പൻ ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾ പറഞ്ഞു എന്ത് സംഭവിച്ചു, അപ്പൊ നിങ്ങൾ ആൻസർ കൊടുത്തോ, എന്താ? സെയിൽസ് കുറഞ്ഞു. അടുത്ത ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് അല്ലേ, എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു? എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു? കസ്റ്റമറിന് പ്രൊഡക്റ്റിന്റെ കൂടെ എന്ത് കൊടുക്കുന്നില്ല? ക്വാളിറ്റി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സാണ് കൊടുക്കുന്നത് അല്ലേ? ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ ആ സാധനം വാങ്ങത്തില്ലല്ലോ, അതുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞ്. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അപ്പം ഡിസ്ക്രിപ്റ്റീവിൽ എന്തോ സാധനം സംഭവിച്ചു. എന്താ സംഭവിച്ചേ? സെയിൽസ് കുറഞ്ഞു അല്ലേ? എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു? വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ അല്ലേ? അതിന്റെ കാരണം കറക്റ്റ് പറഞ്ഞു. എന്തുകൊണ്ടാ ആ കാരണം എന്ന് പറഞ്ഞേ? പ്രൊഡക്റ്റിൽ കൂടെ ക്വാളിറ്റി കൊടുക്കാത്തതുകൊണ്ടാ അല്ലേ? അതാണ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. അതാണ് ഏത് അനലിറ്റിക്സ്? ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. വളരെ സിമ്പിൾ അല്ലേ? എന്ത് സംഭവിച്ചു? സെയിൽസ് കുറഞ്ഞു. എന്തുകൊണ്ട് സംഭവിച്ചു? ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട്. സംഭവം പഠിച്ചു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രഡിക്ഷൻ അല്ലേ? പ്രഡിക്ഷൻ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യും അല്ലേ? നമ്മളെ ഈ കുട്ടികളുടെ ഓരോ വീക്കിലും നമ്മുടെ എക്സാം, നമ്മൾ ഡെയിലി ട്രിപ്പിൾ വീക്കിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ വീക്കിലും എക്സാം വെച്ചിട്ട് കുട്ടികളുടെ മാർക്കൊക്കെ ഞാൻ എല്ലാ വീക്കും ഞാനിങ്ങനെ അനലൈസ് ചെയ്യും. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യും, എന്താ? ഇത്രയും കുട്ടികൾ നല്ല പെർഫോമൻസാണ് അല്ലേ? ഇത്രയും കുട്ടികളെ കൊണ്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതിക്കാൻ പറ്റും. കാരണം കുട്ടികൾ പാസ്സാവാൻ ചാൻസ് ഉണ്ട്. പ്രഡിക്ഷൻ നടത്തി അല്ലേ? പാസ്സാവാൻ ചാൻസ് ഉണ്ട്. പ്രഡിക്ഷൻ മീൻസ് ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറാണ് അല്ലേ? കുട്ടികളുടെ മാർക്കൊക്കെ നോക്കിയിട്ട് ഞാൻ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും. ഇത്ര കുട്ടികൾ, 10 കുട്ടികളിൽ 5 കുട്ടികൾ അടുത്ത എക്സാം പാസ്സാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതാണ് പ്രഡിക്ഷൻ. ഓക്കെ, അതാണ് പ്രഡിക്ഷൻ. നമ്മൾ ന്യൂസ് പേപ്പറിൽ TV-യിലൊക്കെ കാണുന്നില്ലേ, നാളെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പ്രഡിക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, നമ്മളുടെ എക്സാമ്പിൾ എന്താ? വാട്ട് ഹാപ്പൻ. ഡിസ്ക്രിപ്റ്റീവ് വാട്ട് ഹാപ്പൻ, സെയിൽസ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഡയഗ്നോസ്റ്റിക്കൽ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു? ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് സെയിൽസ് കുറഞ്ഞു അല്ലേ? നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് അല്ലേ? പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ ക്വസ്റ്റ്യൻ എന്തല്ല എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചേക്കാം, അതാണ് പ്രെഡിക്റ്റീവ് അല്ലേ? പ്രെഡിക്ഷൻ മീൻസ് ഫ്യൂച്ചർ ആണ്. അപ്പോൾ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, ഇങ്ങനെ സെയിൽസ് കുറഞ്ഞാൽ അല്ലേ, ഇങ്ങനെ സെയിൽസ് കുറഞ്ഞാൽ അടുത്ത വർഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വർഷം, അതാണ് ഫ്യൂച്ചർ അല്ലേ? ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചേക്കാം എന്ന് പറഞ്ഞേ, സെയിൽസ് കണ്ടിന്യൂ ടു ഡിക്ലൈൻ. സെയിൽസ് ഇതേപോലെ കുറഞ്ഞു പോവുകയാണെങ്കിൽ കമ്പനി പൂട്ടിപ്പോണ്ട അവസ്ഥയിൽ വരും, ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും അല്ലേ? ഇതാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ഇതാണ് എന്താ അനലിറ്റിക്സ്? പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു, ഡയഗ്നോസ്റ്റിക് പറഞ്ഞു, പ്രെഡിക്റ്റീവ് പറഞ്ഞു, ലാസ്റ്റ് വൺ എന്നുണ്ട്, എന്താ? പ്രിസ്ക്രിപ്റ്റീവ്. ലാസ്റ്റ് വൺ എന്താണ്? പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് അല്ലേ? പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് നീഡ്സ് ടു ഹാപ്പൻ
ഹാപ്പൺ അല്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുന്നില്ലേ? വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൺ അല്ലെ? സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സെയിൽസ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത 2-3 വർഷം കൊണ്ട് കമ്പനി എന്ത് ചെയ്യും? ഷട്ട് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൂട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അല്ലെ? വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൺ. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് പ്രോബ്ലം വന്നു. എന്താ പ്രോബ്ലം? സെയിൽസ് പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് സെയിൽസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇതല്ലേ നമ്മളെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു അനലിറ്റിക്സ് ആണ് ഇത്, പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മുടെ പ്രശ്നമേ നമുക്കറിയാം, നമ്മുടെ പ്രോബ്ലമേ നമുക്കറിയാം. എന്താ? പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല അല്ലേ? അപ്പൊ ഈ പ്രോബ്ലത്തിന് എന്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കാം? ബെറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്താൽ പോരെ? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്താൽ ആ പ്രശ്നം തീർന്നില്ലേ? മെയിൻ സെയിൽസ് കുറഞ്ഞതിന്റെ മെയിൻ റീസൺ എന്താ? ക്വാളിറ്റി ഇല്ല അല്ലേ? അത് മാറിയിട്ട് സെയിൽസ് കൂട്ടണമെങ്കിൽ നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കുറഞ്ഞ ക്വാളിറ്റി അതേപോലെ കൂട്ടുവാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഓക്കെ എവ്രി വൺ? ഓക്കെ അല്ലേ? അപ്പൊ 4 അനലിറ്റിക്സ് ഉണ്ട്. ശ്രദ്ധിക്കണേ, 4 അനലിറ്റിക്സ് ഉണ്ട്. ഏതൊക്കെ? ഡിസ്ക്രിപ്റ്റീവ്, ദെൻ ഡയഗ്നോസ്റ്റിക്, ദെൻ പ്രിഡിക്റ്റീവ്, ലാസ്റ്റ് വൺ പ്രിസ്ക്രിപ്റ്റീവ്. ഏതൊക്കെ? ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രിഡിക്റ്റീവ്, ദെൻ പ്രിസ്ക്രിപ്റ്റീവ്. ഓരോ അനലിറ്റിക്സിലും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെ? വാട്ട് ഹാപ്പൻഡ്, വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൻ അല്ലേ? 4 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ 4 ക്വസ്റ്റ്യൻ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചു അല്ലേ? ഡിസ്ക്രിപ്റ്റീവ്, വാട്ട് ഹാപ്പൻ അല്ലേ? കഴിഞ്ഞ 10 വർഷത്തെ സെയിൽസ് നിങ്ങൾ നോക്കി. സെയിൽസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങളോട് തന്നെ ചോദിച്ചു എന്താ? സെയിൽസ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അപ്പൊ നിങ്ങളോട് തന്നെ പറഞ്ഞു സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളോട് തന്നെ വീണ്ടും ചോദിച്ചു എന്താ? എന്തുകൊണ്ടാണ് കുറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞല്ലേ? വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എന്തോ സാധനം കമ്പനി സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? സെയിൽസ് കുറഞ്ഞു. എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് സെയിൽസ് കുറഞ്ഞത്? ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാ. ആ റീസൺ, അതിന്റെ കാരണം, എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു അതിന്റെ കാരണം നമ്മൾ വെളിപ്പെടുത്തുന്ന ഒരു അനലിറ്റിക്സ് ആണ് ഇത്, ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് അല്ലേ? കമ്പനിയെ സംബന്ധിച്ചോളം സക്സസ് ആയിക്കോട്ടെ അല്ലേ, സക്സസ് ആയിക്കോട്ടെ, ഫെയിലിയർ ആയിക്കോട്ടെ അല്ലേ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, ഇവിടെ സക്സസ് ആണ് കമ്പനിയെ സംബന്ധിച്ചോളം. അല്ല, സെയിൽസ് കുറയാണ് ചെയ്തത്, ഫെയിലിയർ ആണ് അല്ലേ? നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, സെയിൽസ് കുറഞ്ഞത് കമ്പനിയെ സംബന്ധിച്ചോളം പോസിറ്റീവ് അല്ല, നെഗറ്റീവാ. അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ റീസൺ അല്ലെ, കാരണങ്ങൾ പറയുന്ന ഒരു അനലിറ്റിക്സ് ആണ് ഇത്, ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. ഓക്കെ, പ്രെഡിക്റ്റീവ്, പ്രഡിക്ഷൻ മീൻസ് ഫ്യൂച്ചർ. ഫോക്കസ് ചെയ്യുന്ന എവിടെയാ? ഫ്യൂച്ചർ അല്ലെ? ഇങ്ങനെ സെയിൽസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? പറ, ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? കമ്പനി ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിൽ വരും. വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ? ഫ്യൂച്ചർ എന്ത് സംഭവിച്ചേക്കാം അല്ലെ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. നെക്സ്റ്റ് വൺ, predictive analytics. The predictive അല്ല, സോറി, prescriptive analytics. The prescriptive analytics, what needs to happen എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അല്ലേ? നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? എന്താ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ പറഞ്ഞു? ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൂട്ടുക, അതാണ് സൊല്യൂഷൻ. അത്രയേ ഉള്ളൂ സൊല്യൂഷൻ. ഇൻക്രീസ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? CMASന്റെ എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ 4 സാധനങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് പഠിച്ചു വെച്ചാൽ എക്സാമിന് വരുവാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്താൽ നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഒരേപോലെ എല്ലാ കുട്ടികളും എന്ത് ചെയ്യും? പാസ്സാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞേ? ഡാറ്റ പഠിച്ചു. എന്താ ഡാറ്റ? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലേ? റോ ഫാക്ട്സ്, ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ്, സിമ്പിൾസ്, ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ട്. ഒരു കൂട്ടത്തിന് വിളിക്കുന്ന പേരാണ് ഇത്, ഡാറ്റ അല്ലേ? ഡാറ്റ കൊണ്ട് കമ്പനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഡാറ്റ കൊണ്ട് കമ്പനി ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമുക്ക് ഡാറ്റ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം? ഹ്യൂമൻ ജനറേറ്റഡ് ഡാറ്റാസ് ഉണ്ട്, മെഷീൻ ജനറേറ്റഡ് ഡാറ്റാസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡാറ്റ വെയർഹൗസ് പഠിച്ചു. സാധനങ്ങൾ മാറ്റി വെക്കുന്ന സ്ഥലമാണ് വെയർഹൗസ്, ഡാറ്റ മാറ്റി വെക്കുന്ന സ്ഥലമാണ് ഇത്, ഡാറ്റ വെയർഹൗസ് അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് പഠിച്ചു. എന്താ ഡാറ്റ അനലിറ്റിക്സ്? ഈസ് എ പ്രോസസ് ഓഫ് അല്ലേ, കളക്ട്, ഈസ് എ പ്രോസസ് ഓഫ് ഗ്യാതറിങ് അല്ലേ? എക്സാമ്പിൾ ഒന്ന് ആലോചിച്ചോക്കെ. അപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഇതൊക്കെ മറിച്ച് നോക്കുമ്പോൾ ഈ എക്സാമ്പിളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? സാറ് പറഞ്ഞിട്ടുണ്ട് എന്താ? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക അല്ലേ? കളക്ട് ചെയ്ത ഫീഡ്ബാക്ക് ഒന്നും കൂടി എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക അല്ലേ? ഫീഡ്ബാക്ക് എടുത്താൽ വെറുതെ അവിടെ ഫീഡ്ബാക്ക് എടുത്ത് വെക്കത്തില്ല അല്ലേ? ഈ ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ റെസ്റ്റോറൻറ്റ് മാനേജർ ഇന്ന് വായിച്ചു നോക്കും. ഇതാണ് അനലൈസിങ് അല്ലേ? അനലൈസ് ചെയ്തപ്പോൾ മാനേജർക്ക് മനസ്സിലായി എന്താ? ഒരു ഇൻഫർമേഷൻ കിട്ടി മാനേജർക്ക്. എന്ത് ഇൻഫർമേഷനാണ് മാനേജർക്ക് കിട്ടിയേ? ഒരു എംപ്ലോയി കാരണം ഒരുപാട് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡാണ്. ഇൻഫർമേഷൻ കിട്ടി. പിറ്റേ ദിവസം മാനേജർ തീരുമാനം എടുത്തിരിക്കും അല്ലേ? എംപ്ലോയീസിനെ റെസ്റ്റോറൻറ്റ് പറഞ്ഞു വിടും. ഓക്കെ, അപ്പം ഡിസിഷൻസ് എടുത്തു. ഇതാണ് ഡാറ്റ അനലിറ്റിക്സ്.
ഓക്കെ. നെക്സ്റ്റ് 4 ടൈപ്സ്: ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, പ്രെഡിക്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ്. ഓക്കെ. ഏറ്റവും ശ്രദ്ധിക്കണേ, ഇതിൽ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് അല്ലേ? ഏറ്റവും സിമ്പിളാണ്. എന്താ അവിടെ എന്ത് ക്വസ്റ്റ്യനേ ഉള്ളൂ എന്ന് പറഞ്ഞേ, എന്ത് സംഭവിച്ചു അല്ലേ? അത് പറയാം, പ്രത്യേകിച്ച് വലിയ ബുദ്ധിന് വേണ്ടല്ലോ. നിങ്ങൾ CMA യൂസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? നിങ്ങൾ സെയിൽസിൻ്റെ ഡാറ്റ ഇതെന്ന് വായിച്ചു, സെയിൽസ് കുറവാണ് ചെയ്തത്, സെയിൽസ് കൂടുവാണ് ചെയ്തത്, അറിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ അനലിറ്റിക്സ് ആണ് ഇത്. അനലിറ്റിക്സ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഏറ്റവും കോംപ്ലക്സ് ആണ് ഇത് പ്രിസ്ക്രിപ്റ്റീവ്. കാരണം പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ അല്ലേ? പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലേ? എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നില്ല. അതാണ് അവരുടെ ഒരു കോംപ്ലക്സ് ആയിട്ട് അവരുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ചോളം ഒരു പ്രോബ്ലത്തിന് പരിഹാരം കണ്ടുപിടിക്കലായിരിക്കും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അനലിറ്റിക്സ് അല്ലേ? അപ്പോൾ സിംപ്ലസ്റ്റ് ഏതാ? ഡിസ്ക്രിപ്റ്റീവ്. അവിടെ ഒന്നുമില്ല, എന്താ ഡാറ്റയ്ക്ക് ഒന്ന് സംഭവിച്ചു അത് മാത്രം പറഞ്ഞാൽ പോലെ. പക്ഷേ ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കൽ അല്ലേ, അത് കമ്പനിയെ സംബന്ധിച്ചോളം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അനലിറ്റിക്സ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അനലിറ്റിക്സ് ഏത് അനലിറ്റിക്സ് ആയിട്ട് മാറി? പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അപ്പൊ 4 അനലിറ്റിക്സും പഠിച്ചു, 4 ക്വസ്റ്റ്യൻസും പഠിച്ചു അല്ലേ? വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചു? വീണ്ടും പറഞ്ഞു, സെയിൽസ് കുറഞ്ഞു, എന്തുകൊണ്ട് സംഭവിച്ചു? വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട് സംഭവിച്ചു? ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് സെയിൽസ് കുറഞ്ഞത്. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിച്ചേക്കാം? കമ്പനി ഷട്ട് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രെഡിക്ഷൻ, ഫോക്കസ് ഓൺ ഫ്യൂച്ചർ. ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അല്ലേ? ഇനി എന്ത് ചെയ്യും ചോദിക്കണ്ടേ? നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എന്ത് ചെയ്യണം? ക്വാളിറ്റി കൂട്ടണം. ഇതാണ് പ്രിസ്ക്രിപ്റ്റീവ്. വാട്ട്സ് നീഡ്സ് ടു ഹാപ്പൻ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ സെക്ഷൻ എഫിൽ മെയിൻ ആയിട്ട് എക്സാം ചോദിക്കുന്നത് 2 ഏരിയാസ് ആണ് പറഞ്ഞത്: ഡാറ്റ വെയർഹൗസും ദെൻ ഡാറ്റ അനലിറ്റിക്സിന്റെ ടൈപ്സും. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഇപ്പൊ നമ്മൾ കാണുന്ന സാധനം അല്ലേ? നിങ്ങൾ റിയൽ ലൈഫിൽ ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് നോക്കിയാൽ മതി, ഒരു AI ക്യാമറ കാണുന്നില്ലേ? പറ, AI ക്യാമറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലേ? AI മീൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ. കാരണം നമ്മൾ ഈ CMA USA അനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ അനി വരാൻ പോകുന്ന ഒരുപാട് ടെക്നോളജീസും ഇന്ന് കാണുന്ന ടെക്നോളജീസും ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഈ സെക്ഷൻ F എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഫ്യൂച്ചർ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഏകദേശം CMA USA ഒരു 3-4 വർഷം മുന്നേ നമ്മളെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത സാധനമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങളിപ്പോൾ ഫെമിലർ ആയിട്ട് കേൾക്കുന്നത് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആയിരിക്കും അല്ലേ? AI ക്യാമറ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കേൾക്കാൻ തുടങ്ങിയതാ. പക്ഷേ നമ്മുടെ CMA USA സിലബസിൽ ഇതൊരു 3 വർഷം മുന്നേ ഈ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇത് നമ്മുടെ CMA USA. ഓക്കെ അല്ലേ? അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നമ്മൾ ഹ്യൂമണിനെ സംബന്ധിച്ചോളം അല്ലേ, ഹ്യൂമൻസിന് ഒരുപാട് കഴിവുകളില്ല. പറ, ഹ്യൂമൻസിന് ഒരുപാട് കഴിവുകളുണ്ട്, ഇന്റലിജൻസ് ഉണ്ട് അല്ലേ? ഈ ഹ്യൂമന്റെ ഇന്റലിജൻസ് നമ്മളൊരു മെഷീനിലേക്കോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്കോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഒന്നുമില്ല, എന്താ മനുഷ്യന്മാരുടെ കുറച്ച് കഴിവുകളുണ്ട് അല്ലേ? മനുഷ്യന്മാരുടെ കുറച്ച് കഴിവുകൾ നമ്മളൊരു മെഷീനിലേക്കോ ഒരു എക്യുപ്മെന്റിലേക്കോ ഒരു സോഫ്റ്റ്വെയറിലേക്കോ ഒരു സിസ്റ്റത്തിലേക്കോ ഒരു കമ്പ്യൂട്ടറിലേക്കോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെ ഹ്യൂമൻസിന്റെ കുറച്ച് ഇന്റലിജൻസ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒന്നുമില്ല, മനുഷ്യന്മാർ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടി ഈ AI ചെയ്തോളും അല്ലേ? മനുഷ്യന്മാർ ചെയ്യേണ്ട ഡ്യൂട്ടി ഈ AI ചെയ്തോളും അല്ലേ? AI ക്യാമറ അല്ലേ? AI ക്യാമറ എന്ന് ആലോചിച്ചൊക്കെ, പണ്ട് ഓരോ റോഡിൽ നമ്മളെ പോലീസുകാർ ചെക്കിങ്ങിന് വേണ്ടി നിൽക്കുന്നുണ്ട് അല്ലേ? ഹെൽമെറ്റ് ഇടാത്ത ആൾക്കാരെ, സീറ്റ് ബെൽറ്റ് ഇടാത്ത ആൾക്കാരെ അല്ലേ പോലീസ് വാച്ച് ചെയ്യുന്നില്ലേ? പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ക്യാമറാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പോലീസുകാർക്ക് കുറച്ച് പണി കുറഞ്ഞു അല്ല? ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് കുറച്ച് പണി കുറഞ്ഞു. എന്താ? AI ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫൈനൊക്കെ അതിന് പോലീസുകാർ സ്ലിപ്പ് ചെയ്തതിന് കൊടുക്കുന്നു വേണ്ട ആവശ്യമില്ല. എല്ലാം ആദ്യം നോക്കിക്കോളും നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI ക്യാമറ നോക്കിക്കോളും അല്ലേ? എന്ന് വെച്ചാൽ മനുഷ്യന്മാർ ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടി, എല്ലാ ഡ്യൂട്ടി നമുക്ക് എല്ലാ ഡ്യൂട്ടി ഒരു മെഷീൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ആലോചിച്ചൊക്കെ, ഒന്ന് മനുഷ്യനും ഒന്നത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറാണ്. മനുഷ്യന്മാർ ചെയ്യുന്ന 100% ഡ്യൂട്ടി അല്ലെങ്കിൽ 100% മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റിയേക്കാം
ഓക്കെ അല്ലേ? പക്ഷെ മനുഷ്യന്മാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആര് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യും. ഓക്കെ അല്ലേ? നമ്മൾ ഈ ഫിലിമൊക്കെ കാണുന്നില്ലേ അല്ലെ? ഫിലിം നമ്മൾ ഈ എന്ത് എന്ന് പറഞ്ഞൊരു ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കുറച്ച് പഴയ ഫിലിമാണ്. എന്ത് എന്ന് പറഞ്ഞൊരു ഫിലിമൊക്കെ കണ്ടിട്ടില്ല. അതിൽ ചിട്ടി റോബോ ഉണ്ടല്ലേ? ചിട്ടി റോബോ. ഈ ചിട്ടി റോബോ ഒക്കെ നമുക്കറിയാം അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലേ? ആ ചിട്ടി റോബോ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലോ. മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യം, ഈവൻ ഫീലിങ്സ് പോലും ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മളൊരു ഇന്നത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന്മാർക്ക് ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇതൊന്നും പൊതുവെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യന്മാർ ചെയ്യുന്ന ചില ഡ്യൂട്ടീസ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? മനുഷ്യന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ഇന്റലിജൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു മെഷീനിലേക്കോ ഒരു സോഫ്റ്റ്വെയറിലേക്കോ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്നതിന് വിളിക്കുന്ന പേരാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കണ്ടോ ആ പിക്ചർ നിങ്ങൾ നോക്കിയേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യന്മാരുടെ ബ്രെയിൻ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഇന്റലിജൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു മെഷീനിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ വിളിക്കുന്ന പേരാണിത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ അല്ലേ? ദെൻ സോറി. അപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഗെയിം കളിക്കുന്നുണ്ട് അല്ലേ? പബ്ജിനൊക്കെ പറഞ്ഞ ഗെയിം ഉണ്ട് അല്ലേ? പബ്ജിയിലൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് ഇത് പബ്ജി അല്ലേ? നമ്മൾ ഫോണിൽ പെസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഗെയിംസുകളാണ്. നമ്മൾ മൊബൈൽ ഫോൺ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ അറിയില്ലേ? സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ആണ്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ ടെക്നോളജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിലായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലായിക്കോട്ടെ, ഇന്ന് കാണുന്ന AI ക്യാമറാസിലായിക്കോട്ടെ, ഇവിടെ ഒക്കെ നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പോലും ഒരു ടീച്ചറിന്റെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ടെക്നോളജി ഒക്കെ കാരണം ടീച്ചേഴ്സ് വരെ ആവശ്യമില്ല അല്ലേ? എല്ലാ ക്ലാസ്സുകളും ആദ്യത്തോടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞ ടെക്നോളജിയിലുണ്ട്, അവരെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിത് എക്സാമ്പിൾ ശ്രദ്ധിക്കടാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ലാബിൽ ഞാനൊരു റോബോട്ട് അല്ലെ, റോബോട്ടിനെ കണ്ടില്ലേ? ഈ റോബോട്ടിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ലാബിൽ പോയിട്ട് എൻ്റെ ലാബിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഒരു റോബോട്ടിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഈ റോബോട്ടിൽ ഞാൻ എന്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്മാർ ചെയ്യുന്ന കുറച്ച് ഇന്റലിജൻസ് ഞാൻ അതിലേക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഓക്കെ, നല്ലൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. ഒന്ന് ജനറലൈസ്ഡ് ലേണിംഗ്, ഒന്ന് റീസണിങ്, ഒന്ന് പ്രോബ്ലം സോൾവിങ്. എന്തൊക്കെയാടാ? ജനറലൈസ്ഡ് ലേണിംഗ്, റീസണിങ്, മറ്റൊന്ന് പ്രോബ്ലം സോൾവിങ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ബെറ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ? ജനറലൈസ്ഡ് ലേണിംഗ്, ദെൻ റീസണിങ്, ദെൻ പ്രോബ്ലം സോൾവിങ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ബെറ്റർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ് ഈ ജനറലൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ അറിയണ്ടേ? ശ്രദ്ധിക്കടാ. അപ്പൊ ഞാൻ ലാബിൽ ഒരു റോബോട്ടിന് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആ റോബോട്ടിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? അതിലേക്ക് ആ റോബോട്ടിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഒന്നാണ് ജനറലൈസ്ഡ് ലേണിംഗ്. ജനറലൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ റോബോട്ട് ഉണ്ടാക്കിയേ, ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആ റോബോട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജനറലൈസ്ഡ് ലേണിംഗ്. ദ AI റോബോട്ട് മസ്റ്റ് പെർഫോം ആസ് എക്സ്പെക്റ്റഡ്. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അല്ലെ, ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഈ റോബോട്ടിന് ഉണ്ടാക്കിയത് അല്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ റോബോട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് ലേണിംഗ്. വളരെ സിമ്പിൾ അല്ലേ? ജനറലൈസ്ഡ് ലേണിംഗ് അല്ലേ? ഞാൻ എന്താണോ സാധനം ഉണ്ടാക്കി, ഞാൻ സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെയാണോ ആ റോബോട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ജനറലൈസ്ഡ് ലേണിംഗ്. നെക്സ്റ്റ് വൺ എന്താ? റീസണിങ് അല്ലേ? റീസണിങ് എന്ന് പറഞ്ഞാൽ ഈ റോബോട്ടിന് നല്ലതേതാ അല്ലേ, ഗുഡ് ഏതാ, ബാഡ് ഏതാ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് റീസണിങ് അല്ലേ? ഇവിടെ 2 സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ നോക്കിയേ. ഒന്ന് റോക്കി, നമ്മൾ റോക്കി ബൈ അല്ലേ? ഒന്ന് റോക്കി ഉണ്ട്, ദെൻ പേവ്ഡ് ഉണ്ട്. പേവ്ഡ് മീൻസ് നല്ല തരിശു ഭൂമി, നല്ല 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 ഏരിയ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് പേവ്ഡ് അല്ലേ? നെക്സ്റ്റ് റോക്കി. റോക്കി മീൻസ് പാറക്കെട്ടുകളുള്ള സ്ഥലം അല്ലേ? അപ്പോൾ ഈ റോബോട്ടിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം അല്ലേ? റോക്കിയിലൂടെ പാറക്കെട്ടിലൂടെ പോകണം, അല്ലെങ്കിൽ നല്ല തുറസായ സ്ഥലത്തോട്ട് പോകണം.
അല്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് റീസണിങ്. അതിനെ വിളിക്കുന്ന പേരേതാണ് റീസണിങ്. വളരെ സിമ്പിൾ അല്ലേ? റീസണിങ്. നല്ലതേതാ ചീത്തയേതാ, ഗുഡ് ഓർ ബാഡ് അല്ലേ? ഇതൊക്കെ തീരുമാനിക്കേണ്ട ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് റീസണിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് അല്ലേ? പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? നമുക്ക് ഈ റോബോട്ടിനെ ഈ പുഴയിലൂട്ട് ഇപ്പുറത്തേക്ക് എത്തിക്കണം അല്ലേ? ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ? റോബോട്ട് എന്തായാലും ഈ പുഴയിലൂട്ട് നീതിയൊന്നും പോകത്തില്ലല്ലോ, കാരണം സാധാരണ എക്യുപ്മെന്റ് അല്ലടാ, ഒരു മെഷീൻ അല്ലേ? അല്ലേ? മെഷീന് ഒക്കെ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ ഡാമേജ് ആവാൻ ചാൻസ് ഇല്ലേ? അപ്പോൾ ഇവിടെ എന്ത് പ്രോബ്ലം സോൾവിങ് ചെയ്തേ? ഒരു പ്രോബ്ലം ഉണ്ട്. ഈ റോബോട്ടിന് റിവറിന്റെ ഈ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തണം അല്ലേ? അപ്പോൾ അവിടെ അവരൊരു ഇവിടെ കണ്ടോ ഒരു മരത്തടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു വുഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മരത്തടി വെച്ചിട്ട് അവർ ആ പ്രോബ്ലം എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. അവർ റോബോട്ടീസ് യൂസസ് ഗിവൺ ഇൻപുട്ട് ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം അല്ലേ? ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം. പ്രോബ്ലം ഉണ്ട് അല്ലെ? ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലം അതെന്താ സോൾവ് ചെയ്ത്? ആ റോട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ ആ റിവറിൻ്റെ അവിടെ ഒരു മരത്തടി ഉണ്ട്. ഈ മരത്തടി വെച്ചിട്ട് ഒരു ബ്രിഡ്ജ് അല്ലേ, ഒരു പാലം എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. പാലം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. പ്രോബ്ലം സോൾവ് ചെയ്തല്ലോ. അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം: ജനറലൈസ്ഡ് ലേണിംഗ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാ പ്രോബ്ലം സോൾവിങ് അല്ലേ? ഈ റിവറിന്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തേണ്ട ഒരു പ്രോബ്ലം ഉണ്ട്. സോൾവ് ചെയ്തില്ല. എങ്ങനെ സോൾവ് ചെയ്തേ? അവരൊരു ബ്രിഡ്ജ് പോലുള്ള സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. റീസണിങ് മീൻസ് എന്താ? റീസണിങ് ഗുഡ് ഓർ ബാഡ് അല്ലേ? നല്ലതേതാ ചീത്തയേതാ തിരഞ്ഞെടുക്കണ്ടേ? ഗുഡ് ഓർ ബാഡ് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇത് റീസണിങ്. എന്താ ജനറലൈസ്ഡ് ലേണിംഗ്? ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ? ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജനറലൈസ്ഡ് ലേണിംഗ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹ്യൂമൻസിന്റെ ഇന്റലിജൻസ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ? വീക്ക് AI അതുപോലെ തന്നെ സ്ട്രോങ് AI. ഓക്കെ, വീക്ക് AI അതുപോലെ തന്നെ സ്ട്രോങ് AI. വീക്ക് AI എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഏതിന് എക്സാമ്പിളാ? വീക്ക് AIക്ക് എക്സാമ്പിളാ. ഓക്കെ, നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഒന്ന് അലക്സ അല്ലേ? നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ അല്ലെങ്കിൽ നമ്മൾ കാറിലൊക്കെ സ്റ്റീരിയോയിലൊക്കെ നമുക്ക് അലക്സ അസിസ്റ്റൻസ് ഉണ്ടല്ലേ? ഈ അലക്സയോട് നിങ്ങൾക്ക് അറിയാം, അലക്സ എന്ന് പറഞ്ഞ സാധനം അറിയാലോ അല്ലേ? അലക്സ പ്ലേ മ്യൂസിക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ സോങ് പ്ലേ ആവും അല്ലേ? അലക്സ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സോങ് അവിടെ നിന്ന് എന്താവും? പ്ലേ ആവും അല്ലേ? അല്ലാണ്ട് അലക്സയോട് നിങ്ങൾ ചോദിച്ചു, അലക്സ നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും റോഡിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അലക്സ റെസ്പോണ്ട് ചെയ്യത്തില്ല അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ? പ്ലേ മ്യൂസിക് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മ്യൂസിക് എന്താവും? പ്ലേ ആവും. ഒരു ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഓഫീസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടോ ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യോ? ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ല എന്നൊക്കെ പറയോ? ഇല്ല, അതൊന്നും എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. പക്ഷെ പ്ലേ മ്യൂസിക് ഓൾറെഡി ഈ അലക്സയിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. എന്താ? ആരെങ്കിലും പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? പ്ലേ ആവും. അപ്പൊ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്യത്തുള്ളൂ? അത് വർക്ക് ചെയ്യത്തുള്ളൂ. എക്സാമ്പിൾ AI ക്യാമറ. നിങ്ങൾ പറയാം AI ക്യാമറ എന്താ? റോഡിലൂടെ ഹെൽമെറ്റ് ഇടാണ്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ ക്യാപ്ചറോ അല്ലെ? ഫോട്ടോ എടുക്കും അല്ലേ? അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഫോട്ടോ ക്യാപ്ചർ ചെയ്യും അല്ലേ? പക്ഷേ റോഡിലൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യത്തില്ലല്ലോ, കാരണം നമ്മൾ ഇൻപുട്ട് കൊടുത്തിന് AI ക്യാമറക്ക് അല്ല. എന്താ ഇൻപുട്ട് കൊടുത്തേ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ ഒരാൾ ഹെൽമെറ്റ് ഇടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എന്ത് ചെയ്യണം? ക്യാപ്ചർ ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ AI ക്യാമറ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫോട്ടോ എന്ത് ചെയ്യത്തില്ല? ക്യാപ്ചർ ചെയ്യത്തില്ല, കാരണം അതിനുള്ള ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതൊക്കെ എന്ത് ചെയ്യുക? വീക്ക് ചെയ്യുക അല്ലേ? റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ. റിപ്പീറ്റേറ്റീവ് ടാസ്ക് അല്ലേ? റിപ്പീറ്റേറ്റീവ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരേപോലത്തെ അല്ലേ? അലക്സ എല്ലാ ദിവസവും പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? മ്യൂസിക് പ്ലേ ആക്കും. ആ ഒറ്റ ഡ്യൂട്ടിയിൽ ചെയ്യുള്ളൂ. AI ക്യാമറ റിപ്പീറ്റേറ്റീവ് ടാസ്ക് അല്ലേ? എല്ലാ ദിവസവും ഹെൽമെറ്റ് ഇല്ല, സീറ്റ് ബെൽറ്റ് ഇല്ല, ആ ഫോട്ടോ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ റോഡിലോട്ട് നടന്നു പോകുന്ന ആളിന്ന് ക്യാപ്ചർ ചെയ്തില്ല. അപ്പൊ റിപ്പീറ്റേറ്റീവ് ടാസ്കുകൾ മാത്രം ചെയ്യുന്നതാണ് വീക്ക് AI. ഇന്ന് കണ്ടുവരുന്ന എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഏതിന് എക്സാമ്പിളാ? വീക്ക് AIക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, സ്ട്രോങ് AI എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, സ്ട്രോങ് AI എന്ന് പറഞ്ഞാൽ ഇത് വെറും തിയറിറ്റിക്കൽ മാത്രമാണ്. ഇത് വെറും എന്താ? തിയറിറ്റിക്കൽ, പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. സ്ട്രോങ് AI എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്
മനുഷ്യന്മാർ എന്താണോ അതേപോലത്തെ എ ആണ്. എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്കുള്ള ഫീലിങ്സ്, ഇമോഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർക്കും ഉണ്ടാവുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് എ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ശരിക്കും പറഞ്ഞാൽ അത് ഇന്നില്ലല്ലോ, അല്ല ഇന്നില്ല, ഫ്യൂച്ചറിൽ വേണമെങ്കിൽ വരാനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് തിയറിറ്റിക്കലാണ്, ഒരിക്കലും പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. മനുഷ്യന്മാർ ജഡ്ജ്മെന്റ് എടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, മനുഷ്യന്മാർക്ക് ഒരുപാട് കോമൺ സെൻസ് ഉണ്ട്, അല്ലെ, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ. ഇതാണ് സ്ട്രോങ് എ ഐ. സ്ട്രോങ് എ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും ഈക്വൽ ടു ഹ്യൂമൻ ആണ്. ഈക്വൽ ടു ഹ്യൂമൻ, മനുഷ്യന്മാർ എങ്ങനെയാണോ അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് ശരിക്കും പറഞ്ഞാൽ പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്ട്രോങ് എ എന്ന് പറഞ്ഞാൽ വെറും എന്താ, തിയറിറ്റിക്കലാണ്, പ്രാക്ടിക്കലായിട്ട് അത് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരുപാട് ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട്, ഒരുപാട് വ്യൂ പോയിന്റ്സ് മനുഷ്യന്മാർക്കുണ്ട്, ഇമോഷൻസ് ഉണ്ട്, സെൽഫ് അവയർനെസ് ഉണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നേ പറയുന്നുള്ളേ, ഇന്ന് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഓക്കെ അല്ലേ. അപ്പം വീക്ക് എയും പഠിച്ചു, സ്ട്രോങ് എയും പഠിച്ചു. വീക്ക് എ എന്ന് വെച്ചാൽ എന്താ, സ്പെസിഫിക് ടാസ്കുകൾ, മനുഷ്യന്മാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ ഏത് ചെയ്യത്തുള്ളൂ, വീക്ക് എ ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ. പക്ഷെ സ്ട്രോങ് എ എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ സ്ട്രോങ് എ ഐ അല്ലെങ്കിൽ സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യും, അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഏതാ ഇന്നത്തെ കണ്ടീഷനിലുള്ളത്, വീക്ക് എ അല്ലേ. മനുഷ്യന്മാർ ചെയ്യുന്ന ചില കാര്യങ്ങളേ ചെയ്യത്തുള്ളൂ, അതാണ് വീക്ക് എ. മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത് സ്ട്രോങ് എ ആണ്. പക്ഷെ അത് ഇന്ന് തിയറിറ്റിക്കൽ മാത്രമാണ്, പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ സെക്ഷൻ എഫിലെ മെയിൻ ആയിട്ടുള്ള ഒരു 3-4 ടോപ്പിക്സ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതെന്തുകൊണ്ടാണ് ഇന്ന് ഡെമോ ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയണം, അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലേ. CMA-US ഒക്കെ ജോയിൻ ചെയ്താൽ മാത്രം പോരല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് CMA-US എന്ന് പറഞ്ഞ കോഴ്സിൽ അറിയണ്ടേ. അപ്പോൾ ഏകദേശം നമുക്ക് പാർട്ട് 1 നോക്കുവാണെങ്കിൽ നമ്മളുടെ സെക്ഷൻ എഫ് ടെക്നോളജി ആൻഡ് അനലിറ്റിക്സിൽ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ട്രിപ്ലൈയുടെ ഏത് ബ്രാഞ്ചിലാണെങ്കിലും നമുക്ക് ക്ലാസ്സിൽ നിന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ എവരിവൺ, ബൈ, താങ്ക് യു.